നമസ്കാരം. നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമം അന്തമില്ലാതെ നീളുന്നത് പോലെ ഇറാൻ അമേരിക്ക യുദ്ധവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചൈനീസ് സന്ദർശനമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നേരത്തെ മുതലേ ഇത് വളരെ പ്രാധാന്യത്തോടെ വീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സന്ദർശനമായിരുന്നു. പക്ഷേ അത് അമേരിക്കയെയും ചൈനയെയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. താരിഫ്, റെയർ എർത്തുകളുടെ കൈമാറ്റം, തായ്വാൻ വിഷയം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വിഷയം. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വലിയ ഒരു വിഷയം കടന്നു വന്നിരിക്കുന്നു. അത് ഇറാൻ അമേരിക്ക യുദ്ധമാണ്. 74 ദിവസം ഇന്ന് പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ 74 ദിവസം പിന്നിട്ട ഈ യുദ്ധത്തിന് ഈ ഒരു സന്ദർശനം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമോ എന്നുള്ള ഒരു കാര്യം അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുകയാണ്. കാരണം ചൈനയും ഇറാനും അമേരിക്കയും തമ്മിലാണ് യുദ്ധമെങ്കിലും ഇതിൻ്റെ പുറകിൽ പ്രോക്സിയായി ചൈനയുണ്ട് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. ഒരുപക്ഷെ ചൈന ആക്ട് ചെയ്യുന്നത് ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ മീഡിയേറ്റ് ചെയ്യുന്ന പാകിസ്ഥാൻ പോലും ഒരുപക്ഷെ ഒരു ചൈനീസ് ഏജൻ്റ് ആണോ എന്ന സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധം വലിച്ചു നീട്ടുന്നതിൽ ആദ്യം പ്രതീക്ഷിച്ചത് റഷ്യയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നതാണ് ആദ്യത്തെ നിഗമനങ്ങളെങ്കിൽ ഇപ്പോഴത്തെ നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈനയാണ് ഇതിൻ്റെ പിന്നിൽ കാര്യമായി പ്രവർത്തിക്കുന്നത് എന്നാണ്. കാരണം ഇറാൻ അമേരിക്ക യുദ്ധത്തെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് അമേരിക്കൻ ലൊക്കേഷൻസ് പോയിൻ്റ് ചെയ്ത് കൊടുത്തത് ചൈനയാണ് ഇന്ന് ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അപ്പം അന്ന് ഇറാൻ അവരുടെ മിസൈലുകളൊക്കെ അയച്ചുകൊണ്ടിരുന്നത് ചൈനീസ് സാറ്റലൈറ്റുകൾ നൽകുന്ന ഡയറക്റ്റീവ് അനുസരിച്ചായിരുന്നു എന്നുള്ള കാര്യം ഏകദേശം പുറത്തു വരും. അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇതൊക്കെ നേരത്തെ അറിയാമായിരിക്കാം. അത്തരം കാര്യങ്ങളൊന്നും ഒരു പുറത്ത് പറയുന്നില്ല. എന്തായാലും ശരി, ഹോർമൂസ് കടലിടുക്ക് ആദ്യം ഇറാൻ ബ്ലോക്ക് ചെയ്യുകയും അതിനെ തുടർന്ന് അമേരിക്ക ഇറാൻ്റെ എല്ലാ പോർട്ടുകളും ഇറാനെ പൂർണ്ണമായും പൊതിഞ്ഞു കെട്ടിവെക്കുന്ന തരത്തിലുള്ള ഒരു ബ്ലോക്കേഡ് ഏർപ്പെടുത്തുകയും ചെയ്തു. ആ ബ്ലോക്കേഡ് വാസ്തവത്തിൽ ഇറാനുള്ള ബ്ലോക്കേഡ് എന്നതിനേക്കാൾ അത് ചൈനയ്ക്കുള്ള ബ്ലോക്കേഡാണ്. കാരണം ചൈനയിലേക്കുള്ള ഓയിൽ കടത്ത് ഇറാനിൽ നിന്നാണ് ചൈന പ്രധാനമായിട്ടും ഓയിൽ വാങ്ങിയിരുന്നത്. ചൈനയിൽ ഓയിലില്ല എന്ന് നമുക്കറിയാം. അപ്പം ചൈനയ്ക്ക് വലിയ രാജ്യമാണ്, ഒരുപാട് ഓയിൽ ആവശ്യമുള്ള രാജ്യമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇറാനെ അല്ല ഓയിലിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളെയും നമ്മൾ ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. നേരെ മറിച്ച് ചൈനയ്ക്ക് അത്രയും ഡൈവേഴ്സിഫൈഡ് മാർക്കറ്റ് അല്ല ഉണ്ടായിരുന്നത്. വില കുറച്ച് ഓയിൽ കിട്ടുന്ന ഇറാനിൽ നിന്ന് പരമാവധി ഓയിൽ ഏകദേശം അവരുടെ ഓയിൽ റിക്വയർമെൻറ്റ് 60-65% ഇറാനിൽ നിന്നാണ് അവർ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചൈനയെ അത് റിസീവ് ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അമേരിക്ക ഈ ഇറാനെതിരെ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയത്. കൂടാതെ ഇറാന് പണം കിട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോഴും അറിയാം, ഇറാന് പണം കിട്ടിക്കൊണ്ടിരുന്നത് ഓയിൽ കൊടുത്താൽ പിറ്റേ ദിവസം പണം കിട്ടില്ല. അത് ഏകദേശം ഒരു 4 മാസത്തിന് ശേഷമാണ് അവർക്ക് റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ചൈനയ്ക്ക് ഇറാന് ഒരു ഓയിൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും ഇറാനിൽ അറിയണമെങ്കിൽ 4 മാസം കഴിയണം. കാരണം 4 മാസം കൊടുത്ത ഓയിലിൻ്റെ റവന്യൂ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന റവന്യൂവിൽ തൽക്കാലം കുറവ് വരുന്നില്ല. ചൈനീസ് യുവാനിലാണ് അത് കിട്ടുന്നത്. അത് അവർ തമ്മിൽ ട്രാൻസാക്ഷനുള്ള മാർഗ്ഗങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് നമ്മളുടെ GPay പോലത്തെ അല്ലെങ്കിൽ ഗൂഗിളിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്തരം ബാങ്കിങ് സിസ്റ്റങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതിനെല്ലാം കൂടി ഒരു തടയിടുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അമേരിക്ക ഈ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും അവിടെ നിന്ന് കപ്പലുകൾ ഒളിച്ചു കടത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ചൈനയുടെ കപ്പലുകളെ അല്ലെങ്കിൽ ചൈന ഓയിൽ ചോർത്തി കൊടുക്കുന്ന സ്ഥലങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ആർക്കും $15 മില്യൺ അത് രാജ്യങ്ങളാവാം, ഏജൻസികളാവാം, കള്ളക്കടത്ത് സംഘങ്ങളാവാം, ആരുമാവാം. അപ്പം ഇറാൻ കപ്പലുകളെ സ്പോട്ട് ചെയ്യുകയോ ഇറാൻ്റെ ഓയിൽ ഷിപ്പുകളെ സ്പോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇറാൻ ഓയിൽ ഔദ്യോഗികമല്ലാത്ത ഏതെങ്കിലും പോയിന്റിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കൊടുക്കുകയോ ചെയ്യുന്ന ആർക്കും $15 മില്യൺ സമ്മാനമായിട്ട് ഇന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഈ ചൈനയ്ക്ക് ഓയിൽ കിട്ടുന്നത് തടയുക എന്നുള്ളതാണ് പ്രധാനം. ഇന്നിപ്പോൾ ഒരു മലയാള പേപ്പറിൽ കണ്ടു ചൈനയ്ക്ക് ഓയിൽ കിട്ടും തടയാനൊന്നും പറ്റില്ല, അവർ കരയെക്കൂടെ ഓയിൽ കൊണ്ടുവന്നു. ഇതുപോലത്തെ പൊട്ടത്തരങ്ങളൊക്കെ വിവരമില്ലാത്തവർ എഴുതുന്നതാണ്. ചൈനയും ഇറാനും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളൊന്നുമല്ല. ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ഒരു റെയിൽവേ ലൈൻ ഈ അടുത്ത കാലത്ത് 2025 അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. ഏകദേശം 11,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ റെയിൽവേ ലൈനിൽ ഇറാനിൽ നിന്ന് ചൈനയിൽ എത്തണമെങ്കിൽ 15 ദിവസം വേണം. അതിനകത്ത് ഓയിൽ കടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ അതിനകത്ത് ഓയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല ട്രെയിനിലൊന്നും ഓയിൽ കൊണ്ടുപോയിട്ട് മതിയാവില്ല.
ഒരു ഷിപ്പിൽ കൊള്ളുന്ന ഓയിലിൻ്റെ അളവും കരയിലൂടെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഓയിലിൻ്റെ അളവും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. ഓയിൽ കൊണ്ടുപോകണമെങ്കിൽ ഷിപ്പ് തന്നെ വേണം. അപ്പോൾ മാരിടൈം ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ചൈനയിലേക്ക് ഓയിൽ കൊണ്ടുവരുന്നത്. കരമാർഗ്ഗമൊന്നും ഒരു കാരണവശാലും ചൈനയിലേക്ക് ഓയിൽ എത്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഇല്ല. അപ്പം ആ ഒരു പിടുത്തം പിടിച്ചിട്ട് തന്നെയാണ് ട്രംപ് ഇന്ന് ചൈനയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ചൈനയ്ക്ക് ട്രംപിനെ കൊണ്ട് ആവശ്യമുണ്ട്, ട്രംപിന് ചൈനയെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് ചൈനയെ ഉപയോഗിച്ച് ഈ ഹോർമസ് വിഷയം തീർക്കാൻ കഴിയുമോ എന്ന് ട്രംപ് ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അങ്ങനെ ഊഹിക്കുന്ന ഒരു കോമൺ സെൻസാണ്. പക്ഷേ അദ്ദേഹം യാത്രയ്ക്ക് മുമ്പേ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ചൈനയുടെ ആവശ്യമൊന്നുമില്ല, ഇറാനുമായിട്ടുള്ള വിഷയം നിങ്ങൾ സമാധാനത്തിലോ അല്ലാതെയോ തീർത്തുകൊള്ളാം, അതിന് ചൈനയുടെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം, അതല്ല ഞാൻ പോകുന്നതിന് ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയും ചൈനയിൽ ഈ വിഷയം എന്തായാലും എടുത്തിടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ചില അലയൊലികൾ ചൈന ഇന്നലെ ട്രംപ് പുറപ്പെടുന്നതിന് മുൻപ് ചൈനീസ് വിദേശകാര്യമന്ത്രി പാകിസ്ഥാനോട് പറഞ്ഞു, നിങ്ങളുടെ മീഡിയേഷൻ വളരെ ഇഫക്റ്റീവാണ്, നിങ്ങളത് തുടർന്നുകൊള്ളൂ. അപ്പോൾ പാകിസ്ഥാൻ ചൈനയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്നൊരു സൂചന നൽകത്തക്ക രീതിയിലുള്ള പ്രസ്താവനയാണ് ചൈനയുടെ ഭാഗത്ത്. എന്തായാലും ഹോർമസ് പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് വരത്തക്ക രീതിയിൽ ചൈനയിൽ നിന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. പാകിസ്ഥാനോട് പറയുന്നു, നിങ്ങളുടെ മീഡിയേഷൻ വളരെ ഇഫക്റ്റീവാണ്, നിങ്ങളത് തുടരുക. കൂടാതെ ചൈനയിലെ ഇറാൻ്റെ അംബാസഡറായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ പേര് റഹ്മാനി ഫാസ്ലി എന്നാണ്. അത് ഒരു സാധാരണ അംബാസഡർ ആയിരിക്കില്ല നമുക്കറിയാം, കാരണം ഇറാൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് അലൈ ആണ് ചൈന. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മിനിസ്റ്ററേക്കാൾ ഇൻഫ്ലുവൻസ് ഉള്ള IRGCക്ക് ഏറ്റവും അധികം വേണ്ടപ്പെട്ട ഒരാളാണ് ചൈനയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് മൂല്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ചൈനയിൽ പ്രഖ്യാപിച്ചത് ചൈന ഒരു ഇഫക്റ്റീവ് മീഡിയേറ്ററായി ഞങ്ങൾ കാണുന്നു, പൊട്ടൻഷ്യൽ മീഡിയേറ്ററായി ചൈനയെ ഞങ്ങൾ കാണുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് വരുന്ന സമയത്ത് ഇറാന് വേണ്ടി ചൈന സംസാരിക്കും എന്ന ഒരു ഭാഷ്യമാണ് ഈ റഹ്മാനി ഫാസ്ലി എന്ന് പറയുന്ന ചൈനയിലുള്ള ഇറാൻ്റെ അംബാസഡറുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അവിടെ ചർച്ചയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ മീഡിയയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിൽ പെടുന്നത്, ആ വെടിനിർത്തലിൻ്റെ സീസണിൽ ആ സമയത്ത് അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തിയ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഇറാനിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിമാനങ്ങൾ, തകർക്കപ്പെടാതെ ബാക്കിയുണ്ടായിരുന്ന വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ ഡബിൾ ഏജൻറ്റ് കളിക്കുന്നു എന്നുള്ള സൂചന വരത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനയാണിത്. അത് റോയിറ്റേഴ്സും ന്യൂയോർക്ക് ടൈംസും ഒക്കെ പോലെ വളരെ വിശ്വസനീയമായ മീഡിയകളാണിത് പുറത്തുവിട്ടത്. അപ്പം പാകിസ്ഥാനോട് ചാടി കയറി പറഞ്ഞു, അല്ല അങ്ങനെ ഇറാനിൽ നിന്ന് ഇങ്ങോട്ട് വിമാനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇറാനിൽ നിന്ന് കുറച്ച് വിമാനം വന്നിട്ടുണ്ട്, അത് ഇങ്ങനെയൊന്നും വന്നതല്ല, അത് ഇവിടെ മീഡിയേഷൻ നടന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് അമേരിക്കൻ മീഡിയേറ്റേഴ്സിനെയും കൊണ്ട് വിമാനം വന്നിട്ടുണ്ട്, ഇറാനിൽ നിന്ന് ഇറാനിയൻ മീഡിയേറ്റേഴ്സിനെയും കൊണ്ട് വിമാനം വന്നിട്ടുണ്ട്, അല്ലാതെ ഇറാൻ്റെ വിമാനം ഇവിടെ ഒളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ല. അവരുടെ വിമാനം ഇവിടെ അവരുടെ ഡിപ്ലോമാറ്റ്സിനെയുമായിട്ട് വന്നതാണ്. അത് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാവുന്നതുപോലെ കുറച്ച് ദിവസം മീഡിയേറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് അങ്ങനെ വെച്ചതാണ് എന്നാണ് അവരതിന് പറയുന്ന എക്സ്പ്ലനേഷൻ. പക്ഷേ ഈ മീഡിയേറ്റേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് മാറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇതിനിടയിൽ എന്ത് കളിയാണ് കളിച്ചതെന്നുള്ളത് ഇനി വരുംകാലത്ത് തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം ട്രംപ് പറഞ്ഞ് പാകിസ്ഥാൻ ഇസ് ആൻ എഫക്റ്റീവ് മീഡിയേറ്റർ എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പം അതിൽ അമേരിക്ക എന്ത് പിടുത്തമാണ് പാകിസ്ഥാൻ മുകളിൽ പിടിച്ചിട്ടുള്ളത്, ചൈന ഏത് തരത്തിലാണ് ഇതിൽ വരുന്നത്, പാകിസ്ഥാൻ ആർക്ക് വേണ്ടിയാണ് ശരിക്കും കളിക്കുന്നത്, ചൈനയ്ക്ക് വേണ്ടിയാണോ, ഇറാന് വേണ്ടിയാണോ, US വേണ്ടിയാണോ, മീൻസ് എക്സാക്ട്ലി ഒരു ബ്രോക്കർ എന്ന് പറയുന്നത്, ഒരു റിയൽ ബ്രോക്കറിൻ്റെ നിറമാണ് പാകിസ്ഥാൻ നമ്മളിതിൽ കാണുന്നത്. എന്തായാലും ട്രംപ് ഇപ്പോഴും പാകിസ്ഥാനെ വിശ്വസിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അതിനിടയിലൂടെ ഒരു മൂന്നാമതൊരു രാജ്യത്തേക്ക് തങ്ങളുടെ ന്യൂക്ലിയർ അസറ്റ്സ് മാറ്റാൻ തയ്യാറാണ് എന്ന് ഇറാൻ സമ്മതിച്ചതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലൂടെ ഇന്ന് രാവിലെ പുറത്തു വരുന്നൊരു വാർത്ത ടെഹ്റാനിൽ 4.9 സ്കെയിലുള്ള ഭൂമികുലുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടെഹ്റാനിൽ 4.9 സ്കെയിലുള്ള ഭൂമികുലുക്കം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ ടെഹ്റാനിൽ നിന്ന് വെറും 150 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയർ കേന്ദ്രം കിടക്കുന്നത്. ആ കേന്ദ്രം എക്സോസ്റ്റീവായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുള്ള കേന്ദ്രമാണ്. അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയർ മെറ്റീരിയൽസ്, ന്യൂക്ലിയർ ഫ്യൂവൽസ്, എൻറിച്ച്ഡ് യുറേനിയം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ എൻറിച്ച്ഡ് യുറേനിയം ഏതെങ്കിലും തരത്തിൽ ക്രിട്ടിക്കൽ മാസ് കവർ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നാൽ ബോംബായിട്ട് എക്സ്പ്ലോഡ് ചെയ്യുക സാധനം. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ആറ്റമിക് എക്സ്പ്ലോഷൻസ് ടെഹ്റാൻ്റെ ഭൂമിയുടെ അടിയിൽ സംഭവിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ താഴെ നിന്ന് വന്ന നിലയ്ക്കാണ് ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുള്ളത്. എന്തായാലും കുഴിച്ചിട്ടത് 10 കിലോമീറ്റർ താഴെയൊന്നുമല്ല, ഒരു 400 കിലോമീറ്റർ ഡെപ്തിലാണ് ഇവരുടെ യുറേനിയം സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ്
കരുതപ്പെടുന്നത്. അപ്പം ആ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ ഒരു സീസ്മിക് ഇഫക്റ്റ് അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് തക്ക ഒരു സീസ്മിക് ഇഫക്റ്റ് ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, അത്തരമൊരു ഭൂമി കുലുക്കത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇന്ന് അല്ലെങ്കിൽ അത് ടെഹ്റാനിൽ മാർക്ക് ചെയ്തതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ടെഹ്റാൻ അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ, എൻറിച്ച്ഡ് ഫ്യൂവൽ ഒരു തേർഡ് രാജ്യത്തേക്ക് മാറ്റാൻ, നിശ്ചയമായും അമേരിക്ക ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. ഒന്നുകിൽ റഷ്യ അല്ലെങ്കിൽ ചൈന ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്ന രാജ്യം എന്ന് വേണം വിചാരിക്കാൻ. മാറ്റാമെന്നവർ പറഞ്ഞതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നതാണ്. ഒരു രാജ്യവും ഇത് കൺഫേം ചെയ്ത സംഗതിയല്ല. ഇവർ ഈ പുറത്തേക്ക് പറയുന്ന, അതായത് ഞങ്ങൾ കൊടുത്ത പ്രപ്പോസൽ ഇന്ന പോലെയാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ടെഹ്റാൻ അവിടുന്ന് പുറത്തു വിട്ട പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് ഗാർബേജ് എന്നാണ്. ഗാർബേജ് വേസ്റ്റിനേക്കാൾ കുറച്ചും കൂടി താഴ്ന്ന വാക്കാണ് ഗാർബേജ് എന്ന് പറയുന്നത്. അതൊരു ഗാർബേജാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ഗാർബേജിനകത്ത് എന്താ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് ടെഹ്റാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അമേരിക്ക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പാകിസ്ഥാനും പറഞ്ഞില്ല. വാർത്താ ഏജൻസികൾ പറയുന്നത് അതിനകത്ത് ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ മാറ്റാനുള്ളൊരു പ്രപ്പോസലും കൂടി ഉണ്ട് എന്നാണ്. അത് ശരിയെന്നോ തെറ്റെന്നോ ഇതുവരെ ടെഹ്റാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഈ ഞാലിന്മേൽ കളി, ചൈന ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള വിഷയം, ചൈനയെ സംബന്ധിച്ച് വേറെയും വിഷയങ്ങളുണ്ട്. കാരണം ചൈനയ്ക്ക് നമുക്കറിയാവുന്നതുപോലെ തായ്വാനുമായിട്ടുള്ള വിഷയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ചൈന തായ്വാൻ ഇഷ്യൂ എന്ന് പറയുന്നത് പഴയ ഒരു ഇഷ്യൂ ആണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ് പലായനം ചെയ്ത് തായ്വാനിലേക്കാണെന്ന് നമുക്കറിയാം. അപ്പോൾ തായ്വാനിലായിരുന്നു ആ ചൈനീസ് ഗവൺമെൻറ് കുറേ കാലം ഓപ്പറേറ്റ് ചെയ്തത്. UN ഫോർമേഷൻ, UN ഒരു 10-15 വർഷം കാലത്തോളം ഈ തായ്വാനിലെ ഗവൺമെൻറ്റിനെയാണ് ചൈനീസ് ഗവൺമെൻറ്റായിട്ട് അംഗീകരിച്ചിരുന്നത്. പിന്നീട് 70s കൂടിയാണ്, 1970 കൂടിയാണ് ഇപ്പോഴത്തെ ഒഫീഷ്യൽ ചൈനയായിട്ട് UN അംഗീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയും തായ്വാനും തമ്മിൽ അന്ന് മുതലുള്ള വലിയൊരു റിഫ്റ്റ്, തായ്വാൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു ദ്വീപാണ്. അപ്പം അവർ തമ്മിലുള്ള റിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ തായ്വാനെ ചൈനയോട് ചേർക്കണം എന്നുള്ളത് ചൈനയുടെ വലിയൊരു താല്പര്യമാണ്. US ആണ് അതിനെതിരെ നിൽക്കുന്നത്. ഒരു തരത്തിലും അത് ചൈനയോട് ചേർക്കണം US സമ്മതിക്കുകയില്ല. മാത്രമല്ല തായ്വാൻ ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇന്ന് ഇലക്ട്രോണിക് ഫീൽഡിൽ ഏറ്റവും അധികം ആവശ്യമുള്ള, കമ്പ്യൂട്ടർ മേഖലയിൽ ഏറ്റവും അധികം ആവശ്യമുള്ള സെമി കണ്ടക്ടേഴ്സിൻ്റെ ഏതാണ്ടൊരു മോണോപ്പൊളി തന്നെ തായ്വാൻ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അത് ഇന്ത്യ ഇപ്പോൾ ആ ഫീൽഡിൽ വളരെ വേഗം മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. തായ്വാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ആ മേഖല ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം തായ്വാൻ അത്രയും ഈ സെമി കണ്ടക്ടർ മേഖലയിൽ മൊണോപ്പൊളി ഉള്ളതുകൊണ്ട് തന്നെ തായ്വാനെ ചൈന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റെയർ എർത്തിൻ്റെ കാര്യത്തിൽ ഏത് തരത്തിലാണോ ചൈനയ്ക്ക് ഒരു മൊണോപ്പൊളി ഉള്ളത് അതുപോലത്തെ ഒരു മൊണോപ്പൊളി സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിന് വരും. അപ്പോൾ ചൈനയ്ക്ക് അമേരിക്കയോ മറ്റേതെങ്കിലും രാജ്യങ്ങൾക്കോ അത് സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു അയവ്, ചൈനയുടെ ഒരു ഹെഗിമണി തായ്വാനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഒരുപക്ഷെ ചൈന ശ്രമിച്ചേക്കാം. പകരമായിട്ട് ഹോർമോസ് ഫ്രീ ആക്കി എടുക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം എന്നൊക്കെ തരത്തിലുള്ള ഫോർമുലകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. ഇത് എത്രത്തോളം വർക്കബിളാണ് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ട സംഗതിയാണ്. കൂടാതെ അമേരിക്ക ഇതുവരെ ഏകദേശം $29 ബില്യൺ ഈ ഇറാൻ യുദ്ധത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്ന വാർത്തകൾ ഇന്ന് പുറത്തു വരുന്നത് അമേരിക്കൻ കോൺഗ്രസിൽ പ്രസൻറ്റ് ചെയ്ത കാര്യമാണ്. അപ്പം പീറ്റർ ഹാഗ്സേത്ത് പറഞ്ഞത് 1500 ബില്യൺ, ദാറ്റ് മീൻസ് $1.5 ട്രില്യൺ വേണ്ടിവരും ഈ യുദ്ധം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ്. 74 ബില്യൺ മാത്രമേ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ. അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് 1500 ബില്യണാണ്. എന്ന് പറഞ്ഞാൽ ഇറാന് വേണ്ടി അവർ കണ്ടുവച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സൂചന നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇറാനിൽ ഇതുവരെ ചെയ്തത് ഏകദേശം ദറ്റ് മീൻസ് ഒരു 5% ആണ് ഇപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരമുള്ളതിൻ്റെ 5% ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കി 95% ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനിടയിലൂടെ സൗദി അറേബ്യ ഇറാഖിനെ ആക്രമിച്ചിരുന്നു നേരത്തെ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കൂടാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇറാനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സൗദി അറേബ്യ ടെഹ്റാനെ തന്നെ നേരിട്ട് ടെഹ്റാൻ മിസൈലുകൾ അയച്ചിരുന്നു. അത് അമേരിക്കയുടെയും ഇസ്രായേലിനൊക്കെ പുറകിൽ ഒളിച്ചതുകൊണ്ടാണ് അവർ ചെയ്തത്. എങ്കിലും അവർക്കിട്ട് കിട്ടിയ അടിക്ക് നമ്മൾ തലവിടുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു കുത്ത് കൊടുക്കുമല്ലോ ആരും കാണാതെ എന്ന് പറയുന്ന പോലത്തെ ഒരു കുത്തായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും സൗദി അറേബ്യ ഏതാനും മിസൈലുകൾ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ട്. സൗദിയുടെ ഏത് ബേസിൽ നിന്നാണ് അയച്ചതെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ സൗദി അറേബ്യ അതിൽ മിസൈലുകൾ അയച്ചിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗദിയുടെ ഇറാൻ്റെ ലാവൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ
ഈ പേർഷ്യൻ ഗൾഫിലുള്ള നിരവധി ഇറാൻ്റെ കീഴിലുള്ള നിരവധി ഐലൻഡുകളിൽ ഒരു പ്രധാനപ്പെട്ട ഐലൻഡാണ് ലാവൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഐലൻഡിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 9ാമത്തെ റിഫൈനറികളുടെ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റിലെ 9ാമത്തെ റിഫൈനറി അവിടെയാണ് നിൽക്കുന്നത്. ആ റിഫൈനറി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആക്രമിച്ച് കാര്യമായ കേടുപാടുകൾ വരുത്തിയിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിൻ്റെ ദേഷ്യം കൂടിയാണ് ഈ UAEയോട് ഇറാൻ തീർക്കുന്നത് എന്ന സൂചനകളും ഈ വാർത്തകളിൽ വരുന്നുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങളും അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ ആണ്. അതിനിടയിലൂടെ ഖാർഗ് ഐലൻഡിൽ നിന്ന് ഓയിൽ ലീക്കേജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഇറാൻ നിഷേധിച്ചിരുന്നു. പക്ഷേ ഇറാൻ നിഷേധിച്ചാലും ഒളിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ ഏകദേശം 10-40 സ്ക്വയർ കിലോമീറ്റർ ഏരിയ പേർഷ്യൻ ഗൾഫ് ഓയിൽ കവർ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ്. ഏത് സാറ്റലൈറ്റുകൾക്കും ഒപ്പിയെടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഓയിൽ ലീക്കേജാണ്. പേർഷ്യൻ ഗൾഫിൽ ഓയിൽ ലീക്കേജ് ഉണ്ടാവുക എന്ന് പറയുന്ന വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം കൊച്ചു കടലാണ്. ആ ഒരു കൊച്ചു കടലിൽ ഉണ്ടാകുന്ന ഓയിൽ ലീക്കേജ് വലിയ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ഉണ്ടാക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അതുമാത്രമല്ല ഈ ഇറാൻ്റെ പേർഷ്യൻ ഗൾഫിനോട് ചേർന്നുള്ള പല പോയിന്റുകളിലും ഓയിൽ ലീക്കേജ് ചെറിയ തോതിലാണെങ്കിലും കാണപ്പെടുന്നു എന്നുള്ളത് സാറ്റലൈറ്റുകൾ പുറത്തുവിടുന്ന വാർത്തയാണ്. ഇനി ഇതിനിടയിലൂടെ സൗദി അറേബ്യ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ മാതിരിയുള്ളൊരു ഞാൻമേൽ കളി ഇതിനിടെ കളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഹോർമുസ് കടലിടുക്ക് അമേരിക്ക ബ്ലോക്ക് ചെയ്യുന്നതിന് അത് ഇറാൻ ബ്ലോക്കേഡ് ബലമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിരുന്ന ഓപ്പറേഷൻ ഫ്രീഡം. ആ ഓപ്പറേഷൻ ഫ്രീഡത്തെ സപ്പോർട്ട് ചെയ്യാൻ സൗദി അറേബ്യ വിസമ്മതിച്ചു. അതിന് കാരണം സൗദി അറേബ്യയെ ഇറാൻ ആക്രമിക്കുമോ എന്നാണ് റിപ്പോർട്ടുകൾ. വാസ്തവത്തിൽ സൗദി അറേബ്യയുടെ ഭയം അതിനേക്കാളേറെ ഹൂതികൾ റെഡ് സീയിൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ്. കാരണം റെഡ് സീയിൽ സൗദി അറേബ്യയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഔട്ട്ലെറ്റിൽ നിന്ന് ഇപ്പം നിർബാധം അവർക്ക് സെയിൽ നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ റെഡ് സീയിലൂടെ ആക്സസ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ റെഡ് സീയിലൂടെ പോയിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നുണ്ട്. നമുക്കറിയാവുന്ന സൗദി അറേബ്യയ്ക്ക് 2 ഭാഗത്ത് സീ ഉണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് റെഡ് സീ ഉണ്ട്, കിഴക്ക് ഭാഗത്ത് അവർക്ക് പേർഷ്യൻ ഗൾഫുണ്ട്. അപ്പോൾ ഈ പേർഷ്യൻ ഗൾഫിൽ നിന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റെഡ് സീയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ റെഡ് സീയിൽ നിന്ന് കപ്പലുകൾക്ക് അറേബ്യൻ സീയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ യമൻ്റെ തീരത്തോട് വരണം. അപ്പോൾ ഹൂതികൾ അവിടെ ബ്ലോക്കേഡ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൂടെ കപ്പലുകൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഭയത്തിൽ നിന്നാണ് സൗദി അറേബ്യ പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലിടുക്ക് ബലമായി ഒഴിപ്പിക്കാനുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ ഫ്രീഡത്തെ തടയാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. കാരണം അവരുടെ ബിസിനസ് ഇപ്പോൾ പാർഷ്യലായിട്ടെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് അത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള, ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച്, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഈ കടലിടുക്ക് ഫ്രീ ആക്കിയാൽ മാത്രമാണ് അവർക്ക് അവരുടെ ഓയിൽ സെയിൽ ചെയ്യാൻ പറ്റുക. അത് അവരുടെ ഇൻട്രസ്റ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും UAEയുടെയും സൗദിയുടെയും ഇൻട്രസ്റ്റുകൾ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്നു. നമുക്കറിയാവുന്ന UAEയും സൗദി അറേബ്യയും അവർ ബ്രദേഴ്സിനെ പോലെ വളരെ ക്ലോസ് ആയി നിന്ന രാജ്യങ്ങളാണ്. 2015 കാലഘട്ടത്തിലൊക്കെ ഖത്തർ ടെററിസ്റ്റ് രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിനെ ഒഴിവാക്കി UAEയും സൗദി അറേബ്യയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടൊരു പാക്ട് ഫോം ചെയ്തിരുന്നു. പിന്നീട് സൗദി അറേബ്യ കൂടുതൽ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്, ഒരു IT ഹബ്ബൊക്കെ ആവാൻ ശ്രമിച്ചതോടെ അതേ കാര്യങ്ങൾ തന്നെയാണ് അബുദാബിയും ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചെയ്യുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ സെയിം ആയതോടെ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവുന്നതിൻ്റെ തുടക്കത്തിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോയിട്ട് അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുന്നത്. ദാറ്റ് ഈസ് ഇസ്രായേലുമായിട്ടുള്ള അവരുടെ ബന്ധം അവർ ശക്തമാക്കുന്നത്. അങ്ങനെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുകയും പിന്നീട് പതിയെ ഈ UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം കുറേശ്ശെ കോൺഫ്ലിക്റ്റിംഗ് ആയി മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യമനിൽ ഇവർ രണ്ടുപേരും കൂടിയാണ് ഹൂതികൾക്കെതിരെ യുദ്ധം ചെയ്തിരുന്നത് യമനിൽ. പക്ഷേ പിന്നീട് യമനിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വ്യത്യാസം വന്നു. യമൻ ഒറ്റ രാജ്യമായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ താല്പര്യം. കാരണം യമനുമായിട്ട് സൗദി അറേബ്യയ്ക്ക് വലിയ ബോർഡറുണ്ട്. അപ്പോൾ ആ ബോർഡറിലൂടെയുള്ള ഇൻഫിൽട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ തടയാൻ ഒരു യുണൈറ്റഡ് യമനാണ്. ഹൂതികളെ ഒഴിവാക്കിയിട്ട് യമൻ ഒരു യുണൈറ്റഡ് യമനായിട്ട് നിൽക്കേണ്ടത് സൗദി അറേബ്യയുടെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സൗദി അറേബ്യ ശ്രമിച്ചപ്പോൾ അവിടെ യമനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു സൗതേൺ പാർട്ട്, ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സൗതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ സൗതേൺ
സൗതേൺ ട്രാൻസിഷണൽ കൗൺസിലെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്നീട് ആദ്യം രണ്ടുപേരും കൂടെ ഒന്നിച്ച് യുണൈറ്റഡ് യമന് വേണ്ടി ശ്രമിച്ചു. പിന്നീട് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തമ്മിലുള്ള താല്പര്യങ്ങൾ വ്യത്യാസം വന്നപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗതേൺ ട്രാൻസിഷണൽ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് താല്പര്യമുള്ള ഒരു സേനയെ അവർ സപ്പോർട്ട് ചെയ്തു. ആ സേനയുടെ താല്പര്യം എന്ന് പറയുന്നത് സൗതേൺ യമൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ഈസ്റ്റേൺ യമനിൽ കുറേ ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈസ്റ്റേൺ യമനിൽ കുറേ അത് വളരെ പ്രധാനപ്പെട്ട ഓയിൽ റിച്ച് ആൻഡ് ഗോൾഡ് റിച്ച് ആയിട്ടുള്ള റീജിയനാണ്. അപ്പോൾ അത് അവരുടെ കയ്യിലായതോടെ സൗദി അറേബ്യ വയലൻ്റ് ആവുകയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു ഷിപ്പ് അത് ആയുധങ്ങൾ കടത്തിയതാണെന്ന് പറയുന്നത് ആക്രമിക്കുകയും ചെയ്തു. അതായത് അതോടുകൂടി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദിയും തമ്മിലുള്ള അകൽച്ച കൂടി. ഈ അകൽച്ച കൂട്ടാൻ വേറെ സുഡാനിലുണ്ടായിട്ടുള്ള ആഭ്യന്തര കലാപവും കാരണമായിട്ടുണ്ട്. സുഡാനിൽ ഒഫീഷ്യൽ മിലിറ്ററിയും അതുപോലെ ഒരു അവിടെയുള്ള പാരാമിലിറ്ററി ഫോഴ്സ്, രണ്ട് ഗവൺമെൻറ് തന്നെ സേനകളാണ്. മിലിറ്ററിയാണ്, പാരാമിലിറ്ററി ഫോഴ്സാണ്. ഒന്ന് മിലിറ്ററി, മറ്റേത് പാരാമിലിറ്ററി ഫോഴ്സ്, നമ്മൾ CRPF ഒക്കെ പോലുള്ള സാധനം. അപ്പോൾ ആ ഒരു സംഗതികൾ ഇവർ തമ്മിൽ അതിൻ്റെ പേര് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നാണ്. സുഡാനിലെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. ഇവർ തമ്മിൽ വഴക്കായപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യ സുഡാനീസ് മിലിറ്ററിയും സപ്പോർട്ട് ചെയ്തു. കാരണം സുഡാൻ ഒറ്റ രാജ്യമായി നിൽക്കണം, അത് ഈജിപ്തിനെയും താല്പര്യമാണ്. ഈജിപ്ത് സൗദി അറേബ്യയുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവർ തമ്മിലുള്ള താല്പര്യത്തിൻ്റെ പേര് അവർ സുഡാനീസ് ആർമിയെ സപ്പോർട്ട് ചെയ്യുകയും നേരെ മറിച്ച് എമിറേറ്റ്സ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സ്, അവരാണ് ശരിക്കും അവിടെ കൂടുതൽ ശക്തിയുള്ളത്, അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സുഡാൻ്റെ സ്പ്ലിറ്റിലേക്ക് കിടക്കുമോ അല്ല റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സുഡാനെ പിടിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കോൺഫ്ലിക്റ്റാണ്, നിരവധി ആളുകൾ മരിക്കുന്ന വിഷയമാണ്. വാസ്തവത്തിൽ സുഡാനിലെ സ്വർണ്ണത്തിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ കണ്ണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി, ഇസ്രായേലും അതിൽ പുറകിലുണ്ട്. അവിടെ ഒരു അംബാസഡറൊക്കെ നിയമിച്ചുകൊണ്ട് ഇസ്രായേലും അതിനകത്ത് ഇടപെടുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സുഡാനും തമ്മിലുള്ള ഈ അകൽച്ച വർദ്ധിച്ച് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒപെക് എന്ന് പറയുന്ന ഓയിൽ സംഘടനയിൽ നിന്ന്, സൗദി അറേബ്യക്കാണ് അതിൽ മേൽക്കൈ, അതിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജിവെച്ചു. ഇപ്പോൾ ലേറ്റസ്റ്റായി കേൾക്കുന്നത് അറബ് ലീഗിൽ നിന്നുകൂടി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജിവെച്ച് പുറത്തു പോകുമെന്നും അവർ ഇസ്രായേലുമായിട്ട് ഒരു പരിപൂർണ അലയൻസിലേക്ക് എത്തും എന്നുമാണ് കേൾക്കുന്നത്. അപ്പം ഇസ്രായേലുമായിട്ടുള്ള പരിപൂർണ അലയൻസിന് മറുപടിയായിട്ടാണ് സൗദി അറേബ്യ പോയിട്ട് പാകിസ്ഥാനോട് കൂട്ടുകൂടുന്നത്. സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലിന് പകരമായിട്ട് കൂട്ടുകൂടാൻ കിട്ടിയത് പാകിസ്ഥാനെയാണെന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അമേരിക്ക ഇതിനിടയിലുണ്ട്. ഇവർ രണ്ടുപേരും അമേരിക്കയുടെ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും പരാതിയായിട്ട് അമേരിക്കയിൽ എടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ല, സൗദി അറേബ്യ പരാതിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ എത്തുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ സൗദി അറേബ്യയുടെ വിഷയം, സൗദി അറേബ്യ വാണ്ട് ടു ബിക്കം മോഡേൺ. ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ പോലെ തന്നെ ഒരു മോഡേൺ നേഷനായി ഇവോൾവ് ചെയ്യണമെന്നുള്ളത് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിൻ്റെ വലിയൊരു മോഹമാണ്. പക്ഷേ അവിടെ ഈ രാജാവിന് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു മതരാജ്യമാണെന്ന് ഓർക്കണം, മക്കയും മദീനയൊക്കെയുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ മതത്തിന് ഭയങ്കര മേൽക്കൈയുണ്ട്. ആ മേൽക്കൈയെ കടന്നു വരാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇദ്ദേഹത്തിന് മുഹമ്മദ് ബിൻ സൽമാന് അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ട് ഇസ്രായേലുമായി നല്ല ടേംസിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ മത നേതൃത്വം ഇതിന് ഒരു തരത്തിൽ സമ്മതിക്കില്ല. മത നേതൃത്വം പറയുന്നത് സ്വതന്ത്ര പാലസ്തീൻ രാജ്യം ഉണ്ടായാൽ മാത്രമേ ഇസ്രായേലുമായിട്ട് സൗഹൃദം പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത നേതൃത്വം പറയുന്നത് ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് അത് ഇസ്രായേലിൻ്റെ ഒരു ക്രിയേഷനാണ്. ഇസ്രായേലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇസ്രായേൽ ഉണ്ടാക്കിയതാണ്. അത് അറബ് രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള അവരുടെ സൂത്രമാണ് എന്ന നിലയ്ക്കുള്ള ഒരു പിക്ചറാണ് ഈ മത നേതൃത്വം പുറത്തേക്ക് വിടുന്നത്. ഇതിനെ ഓവർവെൽം ചെയ്ത് പുറത്തേക്ക് വരാൻ ഈ സൽമാൻ രാജാവിന് കഴിയുന്നില്ല. ദാറ്റ് ഈസ് മുഹമ്മദ് ബിൻ സൽമാന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിലൂടെ സംഭവിക്കുന്ന വിഷയമെന്നാണ് ഫോറിൻ അനാലിസിസുകൾ കാണിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അവരുടെ മിലിറ്ററി കാര്യങ്ങളിലും ഇപ്പോൾ അവരുടെ ഡീസാലിനേഷൻ പ്ലാന്റുകളും അവരുടെ എല്ലാത്തരം ടെക്നോളജിയിലും ഇസ്രായേൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിലെ പത്രവാർത്തകളിൽ പുറത്തു വരുന്നു. മാത്രമല്ല ട്രംപ് തന്നെ പറഞ്ഞു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രായേലും തമ്മിൽ സ്ട്രോങ് അലൈസ് ആയിട്ട് വർഷങ്ങളായിരിക്കുന്നു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഇറാൻ വിഷയത്തിന് എന്ത് നിറം മാറ്റമാണ് ഈ 2 ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം.